ഇയാളുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങാതെ നോക്കണം. എന്നാ അടുത്ത മാസം ചെക്കപ്പിന് കാണാം. പിന്നെ അധികം സ്ട്രെയിനുള്ള ജോലിയൊന്നും കുറച്ചു നാളത്തേക്ക് വേണ്ട. ശരി ഡോക്ടർ. ഡോക്ടർ, ഒരു സംശയം. എന്താ? ഇവൾക്ക് കാലിന് സ്വാധീനം കുറവുള്ളതുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഷട്ടുകാലോ മറ്റോ ഉണ്ടാവുമെന്ന്. ജോസുകുട്ടി എത്ര വരെ പഠിച്ചു? അല്ല, മിനിമം 10ാം ക്ലാസ് പാസ്സായ ഒരാള് ഇത്രയും വകതിരിവില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കില്ല. കുഞ്ഞിന് എന്ത് കുറവുണ്ടായാലും വേണ്ടില്ല, തന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ഈ ചീത്ത സ്വഭാവം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ചെല്ല്. മോളെ, ഇത്തിരി ഉപ്പിട്ട കഞ്ഞോളോ, ഇതങ്ങോട്ട് കുടിക്കേ. ഇനി എത്രയെന്നും പറഞ്ഞാ പട്ടിണി കിടക്കുന്നത്? അല്ലേലും ഇങ്ങനെ തളർന്ന് കിടന്നിട്ട് എന്ത് ചെയ്യാനാ മോളെ? കണ്ണി ചോരയില്ലാത്ത കാലന്മാരെല്ലാം കൂടെ അതിന് എന്തോ ചെയ്തെന്ന് ആർക്കറിയാം? നീ ഇതങ്ങ് കുടിച്ചേ. രാവിലെ മുതലുള്ള അലച്ചിലല്ലയോ, അതിൻ്റെ കൂടെ പട്ടിണിയും കൂടെ കിടന്ന് നീ വല്ല ദണ്ണവും വരുത്തി വയ്ക്കണ്ട. കുടിക്കുമോളെ. മതി മോളെ. സ്റ്റേഷനിൽ നിന്ന് പിന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ മോളെ? പരാതി കൊടുത്തിട്ട് പിന്നെ ഒരു വിവരവുമില്ലല്ലോ. നമ്മുടെ ചെറുക്കൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ടെന്നാ പറഞ്ഞത്. ഒന്നും അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ വിളിച്ചേനെ. ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കിയാലോ മോളെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടെ വരാമെന്ന് ആ കൗൺസിലറും പറഞ്ഞിട്ടുണ്ട്. വേണ്ട അങ്കിൾ, അവിടെ ശങ്കറും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. ആ, എന്നാ പിന്നെ കുഴപ്പമില്ല. ഇവിടെ എത്രയോ പേര് വന്ന് വാടകയ്ക്ക് താമസിച്ചിരിക്കുന്നു, അതും ഫാമിലി ആയിട്ട്. ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതിപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കുറ്റം കൊണ്ടല്ല സാറേ, ഇവരുടെ സമയദോഷം. അല്ലാതെ ഇപ്പൊ എന്തോ പറയാനാ? നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ആ കൊച്ചിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയതിന് പിന്നിൽ ശങ്കറിന്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ കൈ ഉണ്ടെന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയിട്ട് ആർക്കെന്ത് നേടാനാ? ഞാൻ പറയുന്നത് അവിടെ വരെ നേരിട്ട് പോയി അവരെ ആരെയെങ്കിലും കണ്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ എന്നാ. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചു എന്ന് വെച്ച് കൊച്ചിനെ കടത്തിക്കൊണ്ട് പോയി പക തീർക്കുകയാണോ വേണ്ടത്? ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ? എല്ലാത്തിനെയും കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാ വേണ്ടത്. വീട്ടുകാരുമായി സംസാരിച്ചു നോക്കാൻ കൂടി വേണ്ടിയാ പോയിരിക്കുന്ന സാറേ. ആ, സംസാരിച്ചു നോക്കിയിട്ട് കാര്യമൊന്നും ഇല്ലേലേ അത് പറയണം. നമുക്ക് വേറെ വഴി നോക്കാവുന്നേ. സ്വന്തം മോന്റെ കൊച്ചിനെ തട്ടിയെടുത്ത് വിലപേശാൻ ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? ഈ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടെന്ന് അവറ്റകളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമുക്ക്. എന്തായാലും ഇന്നത്തോടും കൂടി ഒന്ന് കഴിയട്ടെ സാറേ. അവന്റെ അഭിപ്രായം കൂടെ നോക്കണമല്ലോ നമുക്ക്. അത് വേണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. ശരി. എന്തൊക്കെയാ അങ്കിള് പറഞ്ഞിട്ട് പോയത്? ശങ്കറിന്റെ വീട്ടുകാർക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് അങ്കിളിനോട് ആരാ പറഞ്ഞത്? നീ ഇവിടുന്ന് പോയ സമയം അയാളും പെണ്ണും പിള്ളയും കൂടെ കുത്തിയും കിഴിഞ്ഞ് എന്നോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ എന്ത് പറയണോന്ന് അറിയാനും വയ്യ. നിന്റെ വീട്ടുകാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? നിന്റെ തന്തയും തള്ളയും ചത്തുപോയെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ അങ്ങ് തട്ടിക്കൊടുത്തു. ഇക്കം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ മോളെ?
അവര് ചോദിക്കുമ്പോ ഒന്നും അറിഞ്ഞൂടാന്നും പറഞ്ഞ് കൈമലത്തി കാണിച്ച പിന്നെ അവർക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ടാ വരുന്നിടത്ത് വെച്ച് കാണാന്നും പറഞ്ഞ് ഞാനൊരു കാച്ചു കൊടുത്തത്. സങ്കടപ്പെടാതെ, അവൻ രാവിലെ വരുമല്ലോ. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാ ചെയ്യാം. കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഡോക്ടർ പറഞ്ഞ പോലെ മരുന്നും ഭക്ഷണവും കൃത്യമായിട്ട് കഴിക്കണം. ദേ, നിന്റെ മിന്നുമാലയാ. ഇത് കഴുത്തേലിട്ടോ, ഞാൻ നന്നാക്കിയിട്ടുണ്ട്. വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചാ മതി. ജോസൂട്ടി, ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നതും മിന്നുമാല നന്നാക്കി തന്നതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ നിങ്ങളുടെ ഭാര്യ മാത്രമല്ലല്ലോ, നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മ കൂടിയാണല്ലോ, അല്ലേ? പക്ഷേ ഇപ്പൊ പറഞ്ഞ പദവി രണ്ടും ഞാൻ വേണ്ടെന്ന് വെക്കുക. മനസ്സിലായില്ല, എന്താ നീ ഉദ്ദേശിച്ചത്? മിന്നുമാല കഴുത്തിലിട്ടാൽ വീണ്ടും നിങ്ങളുടെ ഭാര്യ പദവി എനിക്ക് തിരിച്ചു കിട്ടും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. എന്നുവെച്ചാ ഞാൻ നിന്റെ ബന്ധം ഒഴിഞ്ഞു തരണമെന്നോ? ഈ മിന്ന് നിന്റെ കഴുത്തിലില്ലെങ്കിലും നീ എന്റെ ഭാര്യ തന്നെയാ. എന്നു മാത്രമല്ല, എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നവളും. അപ്പോ എനിക്ക് നിന്നിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു മിന്നിന്റെ ആവശ്യമില്ല. അതിന് നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചാലല്ലേ ഉള്ളൂ. അതിനും എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എന്താ നീ പറഞ്ഞത്? പറഞ്ഞത് സത്യം തന്നെയാ. ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ എനിക്ക് പറ്റില്ല. എടി, പറഞ്ഞു ഒരുപാട് നീ അങ്ങ് മിടിക്കാവാൻ നോക്കല്ലേ. എന്താ ആയാലോ, മിടുക്ക് നിങ്ങളുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ. വിവാഹം കഴിച്ച് ഭർത്താവിനൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീയും പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞിനെ എനിക്ക് ആവശ്യമില്ല. അനിതേ. അതെ, അനിത തന്നെയാ പറയുന്നത്. അത് എന്റെ കുഞ്ഞിനോട് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല. ആ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൂടുതലുണ്ട് ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കുന്നത്. കർത്താവിനോട് കാല് പിടിച്ച് എന്റെ തെറ്റേറ്റു പറഞ്ഞ് ഇനിയുള്ള കാലം ജീവിച്ച് തീർക്കണം എനിക്ക്. ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാനും വേണ്ടി എന്താ സംഭവിച്ചത്? ദേഷ്യം വന്നപ്പോ നിന്നെ ഞാൻ തല്ലിന്നുള്ള സത്യമാ. അതിന് എന്നെ തോപ്പിക്കാൻ ദൈവം തന്ന കുഞ്ഞിനെ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? ഓ, അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിലൊക്കെ വിശ്വാസം ഉണ്ടല്ലേ? അവനുന്റെ കാര്യം വരുമ്പോ എല്ലാവർക്കും ദൈവത്തിനെയും പള്ളീനെയും ഒക്കെ വേണം. നിങ്ങൾ എന്നെ തല്ലിയതിന് പ്രതികാരം ചെയ്യാനാ ഞാനിത് വേണ്ടെന്ന് വെക്കുന്നതെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടക്കുറവുണ്ടൊന്നുമല്ല, എന്റെ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൂടുതലും ഉണ്ടാ ഞാനിത് വേണ്ടാന്ന് വെക്കുന്നത്. ഒരു വാടക കൊലയാളിയുടെയും കൂലി തല്ലുകാരന്റെയും മകനോ മകളോ ആയിട്ട് എന്റെ കുഞ്ഞ് വളരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന്റെ അപ്പനെ തേടി പോലീസും ക്രിമിനലുകളും കയറി ഇറങ്ങുന്ന വീട്ടില് എന്റെ കുഞ്ഞ് എങ്ങനെ വളരും? അപ്പനെ പറ്റി എന്ത് പറഞ്ഞു കൊടുത്ത് വളർത്തും ഞാൻ അതിനെ? ഇനി നിങ്ങളെ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ കൂടി കൂലിത്തല്ലുകാരന്റെ കുഞ്ഞെന്ന ലേബലിന് വേണ്ടേ അത് വളരാൻ? അങ്ങനൊരു കണ്ണോടെ നാട്ടുകാർ എന്നെ നോക്കിച്ചിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. നീ വേണ്ട, ഈ കാര്യത്തിൽ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കില്ല. ദൈവഭയത്തോടെ വളർന്നൊരു പെൺകുട്ടിയാ ഞാൻ. അങ്ങനെയുള്ള ഒരുത്തി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നത് പോലും മഹാപാപമാണെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല ജോസൂട്ടി. അല്ലെങ്കിൽ നിങ്ങൾ മാറണം. അതിന് നിങ്ങൾ തയ്യാറാവില്ല എന്ന് ഒരുപാട് ആവർത്തി നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ എന്റെ മുമ്പിൽ ഈ ഒരു വഴിയുള്ളൂ ജോസൂട്ടി. ഉള്ളില് കരഞ്ഞുണ്ട് ഇരുട്ടിൽ വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നോളാം.
ഇതെന്തൊരു ഇരിപ്പാട് ഭാഗ്യക്കുറി. ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? ഒന്നും കഴിക്കാതെ ഏതു നേരവും ഈ മുറിയിൽ ഇങ്ങനെ ചടഞ്ഞിരുന്ന നമ്മുടെ അമ്മാളും മടങ്ങി വരുമോ? ഇക്കാമ എവിടെ? വീട്ടിൽ പൊയ്ക്കോളാം ഞാൻ പറഞ്ഞു. അപ്പൊ കടയിൽ കൊടുക്കാനുള്ള ഓർഡറിന്റെ കാര്യം എന്ത് ചെയ്യും? ഒന്നിനും എനിക്ക് മനസ്സനുവദിക്കുന്നില്ല ശങ്കർ. മോൾ എവിടെയാണെന്നറിയാതെ എനിക്കൊരു സമാധാനവും അവളെ കുറിച്ച് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു വിവരം പോലും നമുക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ആരാണെന്നോ എന്തിനാണെന്നോ പോലും അറിയാതെ. എന്താണ് ഇത്? ഇതിലും ഗുരുതരമായ എത്രയും സിറ്റുവേഷൻസ് ഫേസ് ചെയ്തവരാ നമ്മള്. അതൊക്കെ തന്റെ അടുത്തോടെ തരണം ചെയ്തില്ലേ? അമ്മാളുടെ കാര്യത്തിലും ആ ധൈര്യം കാണിച്ചേ പറ്റൂ. മോളുടെ കാര്യം നമുക്ക് അന്വേഷിക്കാം. അതിന്റെ ഒപ്പം തന്നെ തുടങ്ങി വെച്ച ഈ ബിസിനസ് താൻ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. എങ്ങനെ? എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല ശങ്കർ. അവളുടെ കാര്യം എന്തെങ്കിലും ഒന്ന് അറിയുന്നത് വരെ ഒന്നിനും എനിക്ക് മനസ്സ് വരില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല ഭാഗ്യക്കുറി. നമ്മുടെ വിഷമം എന്താണെന്ന് കച്ചവടക്കാർക്കും നാട്ടുകാർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. മാർക്കറ്റിൽ നമ്മുടെ ബ്രാൻഡ് ഏറെക്കുറെ ക്ലിക്കായി വരുന്ന സമയമായത്. ആ സമയത്ത് തന്നെ പ്രൊഡക്ഷൻ നിർത്തിയാലേ അത് നമ്മുടെ ബിസിനസ്സിനെ നെഗറ്റീവായി ബാധിക്കും. ആ സ്ഥാനത്ത് മറ്റുള്ളവര് തള്ളിക്കയറുകയും ചെയ്യും. പിന്നെ ഒരു തിരിച്ചു വരവ് വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബിസിനസിനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ മോള്. അവളെ കിട്ടാതെ ഞാൻ ഇനി ഒന്നിനുമില്ല. ദേ, താമൃത മണ്ടത്തരൊന്നും പറഞ്ഞളയല്ലേ ഗൗരി. അമ്മാളൂനേക്കാൾ വലുതായി തനിക്ക് ഒന്നുമില്ല എന്ന് അറിയാഞ്ഞിട്ടല്ല ഞാനിതൊന്നും പറയുന്നത്. പക്ഷെ ആ പേരും പറഞ്ഞ് ഈ ബിസിനസ് തകരാറിലാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശങ്കർ പ്ലീസ്, എന്റെ അവസ്ഥ താനൊന്ന് മനസ്സിലാക്ക്. ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പതറാതെ പിടിച്ചു നിൽക്കുന്നൊരു വാക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം നമ്മൾക്കറിയാം. ഇതിൽ ആപത്തിലാക്കിയിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മുടങ്ങിപ്പോയ തന്റെ പഠിപ്പ് തുടരാമെന്ന് താൻ എനിക്കും ഇക്കാമ്മയ്ക്കൊക്കെ വാക്ക് തന്നിട്ടുള്ളതാ. അത് താൻ മറന്നുപോയോ? ആ വാക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല. പിന്നെ അമ്മാളുവിന്റെ കാര്യം നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. മറ്റു പലതും നമ്മൾ ഫേസ് ചെയ്തതുപോലെ ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കും. അവളെ കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടി തുടങ്ങി ഈ സംരംഭം വേണ്ടാന്ന് വെക്കരുത്. നോക്ക് ഭാഗ്യക്കുറി, ഇക്കാമ്മയുടെ കയ്യില് ഒരുപാട് കാശുണ്ടായിട്ട് സഹായിച്ചതല്ല തന്നെ. ഇയാളുടെ മനസ്സിലെ നന്മ കണ്ട് തിരിച്ചറിഞ്ഞിട്ടാ ആ പാവ സ്വന്തം കിഡ്നി വിറ്റിട്ടായിരുന്നാലും തന്നെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചത്. ആ കാശ് ഒന്നിന്റെയും പേരിൽ നഷ്ടപ്പെടുത്താതെ ഇരിക്കേണ്ടത് താൻ അവരോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ്. അതെന്താ താൻ മറന്നു പോകുന്നത്? എന്താ മോനെ, ഇവിടെ വല്ലതും കഴിച്ചോ? ഞാനും ആ ഇക്കാവമ്മയും കൂടി തല്ലി പിടിച്ച ഒരു തവി കഞ്ഞി ഇവക്ക് കൊടുത്തത്. 2 ദിവസം കൊണ്ട് പെണ്ണിന്റെ കോലം കെട്ടുപോയി. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ച ഒരമ്മമാർക്കും വറ്റിറങ്ങില്ലെന്നുള്ളത് നേരാ. എന്നാലും ജീവൻ കിടക്കാൻ വേണ്ടി എന്തെങ്കിലും തിന്നിയോ കുടിക്കോ ഒക്കെ വേണ്ടേ? അവൾ ഇനി കഴിച്ചോളും ദേവേന്ദി ചേച്ചി. ഇതിലും എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നവരാ ഞങ്ങള്. ആ ധൈര്യം ഗൗരി ഇവിടെയും കാണിക്കും. ആ, അങ്ങനെ വേണം മോനെ. നമ്മൾ തളർന്നു പോയ ഈ ദ്രോഹം ചെയ്തവര് കൂടുതൽ സന്തോഷിക്കുകയുള്ളൂ. അല്ല, ഇക്കാവമ്മ ഇനി എന്നാ വരിക? പലഹാരപ്പണി നിർത്തിവെക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഏയ്, അങ്ങനെയൊന്നുമില്ല ദേവേന്ദി ചേച്ചി. നാളെ തന്നെ ഞങ്ങളിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കടക്കാർക്ക് സപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. തൽക്കാലം 1-2 പേരെ പുറത്തുനിന്ന് ഇറക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇക്കാവുമ്മയുണ്ടല്ലോ, ഗൗരി ഒരു മേൽനോട്ടത്തിന് അങ്ങ് നിന്ന് തന്നാ മതി. ഞാൻ ഇക്കോമയോട് രാവിലെ തന്നെ വരാൻ പറയാം. ആ, അതാ മോനെ ഏറ്റവും നല്ലത്. ഒരെണ്ണം നിന്നു പോയാൽ പിന്നെ വേര് പിടിക്കാൻ വലിയ പാടാ.
വിഷമിക്കാതെ മോളെ. ഇതൊക്കെ ഭഗവാന്റെ ഓരോ പരീക്ഷണങ്ങളാന്നേ. ആ കാലക്കേട് തീരുമ്പോ നിന്റെ കൊച്ചിനെ ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങു കൊണ്ട് തരും. മോള് സമാധാനായിട്ടിരിക്കെ. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ മോനെ, നീ ഇവളെയും കൂട്ടി വാ. ഞാനേ നിങ്ങൾക്കൂടി ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവളിവിടെ ഒന്നും വെച്ച് കാണില്ലെന്ന് എനിക്കറിയാം. വാ, ഞാൻ എടുത്തു വയ്ക്കാം. ശരി വാ. ചേച്ചി. ആ, ഞാൻ തോട്ടത്തിലേക്കാ. വരാൻ കുറച്ച് വൈകും. പമ്പിൽ നിന്ന് മാനേജർ ക്യാഷുമായിട്ട് വരും. അതൊന്ന് വാങ്ങി വെച്ചേക്കണം. പിന്നെ തിയേറ്ററിൽ നിന്ന് കുട്ടിച്ചൻ വരുമ്പോൾ 2 ചെക്ക് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതായത് കൊടുത്തേക്കണം. ഇതെന്നാ പറ്റി? ഒക്കെ ബെന്നിച്ചനെ ഏൽപ്പിക്കുന്ന ആളാണല്ലോ. പിന്നെന്താ? എന്നതാ പതിവൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നതുകൊണ്ട് അന്നപ്പെണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കൂടുതൽ വിസ്താരത്തിൽ നിൽക്കാതെ പറഞ്ഞ പണി അങ്ങോട്ട് ചെയ്താൽ മതി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നതാ? മരുമക്കളെ കൂട്ടുപിടിച്ച് വല്ല അടുക്കള സമരമോ സത്യാഗ്രഹമോ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടോ? പിന്നെയും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. തോട്ടത്തിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവിടുത്തെ കുശിനിക്കാരനെയും കൂടി കൂട്ടി ഇങ്ങ് വന്നോളാം. എന്നാന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. ഗായത്രിയുടെ കുഞ്ഞിന്റെ കാര്യമാ. അതിനെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നും പറഞ്ഞ് അവളുടെ അനിയത്തി ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ആണോ? അത് ഞാൻ പത്രത്തിൽ നിന്ന് വായിച്ചായിരുന്നല്ലോടി. പിന്നെ വേറെ വല്ലതും ഉണ്ടോ വിശേഷിച്ച്? നിങ്ങൾ എന്നെ കളിയാക്കണ്ട. ആ സംഭവത്തിൽ നിങ്ങൾക്ക് എന്നതേലും മനസ്സറിവുണ്ടോന്ന് അറിയാനാ ഞാൻ ചോദിച്ചത്. ഓ അങ്ങനെ. അല്ലടി ഉവേ, നീ ഇവിടെ പൊറുതി തുടങ്ങിയിട്ട് 10-30 കൊല്ലം കഴിഞ്ഞില്ലയോ? ഇക്കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ മുലകുടി മാറാത്ത കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് അതിന്റെ കൈയും കാലും പിരിച്ചൊടിച്ച് അതിനെ ഭിക്ഷ തണ്ടാനെടുത്തുന്ന ബിസിനസ് തുടങ്ങിയതായി നീ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിനക്കെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അത് അവളുടെ കുഞ്ഞായതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പും ഗൗരിയെയും ആ കുഞ്ഞിനെയും ഒക്കെ ഉപദ്രവിക്കാൻ ഇവിടെയുള്ളവർ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട്. ദേ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുക, ആ കുഞ്ഞിന്റെ കാര്യത്തില് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ എന്നതേലും മനസ്സറിവുണ്ടേല് ദൈവത്തെ ഓർത്ത് അതിനെ ആ പെങ്കൊച്ചിന് തന്നെ അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. എന്നാത്തിനാ ഈ ദുഷ്ടത്തരമൊക്കെ ചെയ്തു കൂട്ടുന്നേ? ദേ അന്നമ്മേ, നല്ല വഴിക്ക് പോകാൻ നിൽക്കുമ്പോ ഇതുപോലെ ഓരോ മുടക്കത്തരം ചോദ്യമായിട്ട് വന്നേക്കരുത്. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നല്ലോടി ഞാനാ അതിനെ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയെന്ന്. എനിക്കങ്ങനെ പാത്തും പതുങ്ങിയും പോയി അവളുടെ കൊച്ചിനെ തട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ലതും ചെയ്യാനോ പറയാനോ ഉണ്ടേല് അത് നേർക്ക് നേർ നിന്ന് ചെയ്യുന്നതാ പൗലോസിന്റെ ഒരു ശീലം. അത് നിനക്കും അറിയാവുന്നല്ലേ. പിന്നെ എന്നാത്തിനാടി പോത്തെ ഇതുപോലെ വിടക്ക് ചോദ്യവുമായി മനുഷ്യനെ മെനക്കെടുത്താൻ വരുന്നത്? നിങ്ങൾ ചെയ്തെന്നോ ചെയ്യിച്ചെന്നോ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതാണല്ലോ ഇപ്പൊ ഇവിടെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കാര്യത്തിലും ബെന്നിച്ചനോ അവൾക്കോ എന്നതേലും പങ്കുണ്ടോന്നാ എന്റെ പേടി. അല്ലാതെ അവളോടും ആ കുഞ്ഞിനോടും വേറെ ആർക്കാ ഇത്ര ദേഷ്യവും പകയും തോന്നാൻ? അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചൊന്ന് ചോദിക്ക്. അങ്ങനെ എന്നതേലും ഉണ്ടേല് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക്. അങ്ങനെ ഒരു ശാപം കൂടി ഇനി ഈ വീട്ടിൽ വാങ്ങിച്ചു വെക്കണോ? ഞാനിതൊക്കെ രണ്ടുപേരെയും വിളിച്ച് ചോദിച്ചതാടി. അവർക്കാർക്കും ഇതുമായി ഒരു ബന്ധവുമില്ലെന്നാ ഉറപ്പിച്ച് പറയുന്നത്. അറിഞ്ഞപ്പോ ഞാൻ ബെന്നിയെ ഒന്ന് സംശയിച്ചതുവാ. പക്ഷെ അവനൊരു മനസ്സറിവില്ലെന്ന് ആണയിട്ട് പറയുമ്പോ ഞാൻ എന്നാ ചെയ്യാനാ? ഇതുപോലെ ആണയിട്ടും ഉറപ്പിച്ചും പറഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങളാ അവര് പിന്നെ മാറ്റി പറയേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ ആവത്തില്ല ഇതെന്ന് എന്നതാ ഉറപ്പ്? ഇല്ലടി എന്നമ്മേ, ഇതുവരെ കളിച്ച കളികളൊന്നും ഇനി അവൻ കളിക്കുകയല്ല. ഞാൻ അറിയാതെ ഒരു ഇഞ്ച് മുന്നോട്ട് വെച്ചാ അവൻ വിവരം അറിയും. അതിനുള്ള പൂട്ടൊക്കെ ഞാൻ പൂട്ടിയിട്ടുണ്ട്. അത് അവന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യത്തിലും ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പാപ്പിച്ചാൻ എങ്ങോട്ടാ? സിറ്റിയിലേക്കാണോ? എന്നതാ, നീ വരുന്നുണ്ടോ? ഹാ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ. എന്നതാ ഇവിടെ അമ്മച്ചിയായിട്ടൊരു കൊച്ചു വർത്താനം? ഓ, അത് നിനക്കറിയാവുന്ന കാര്യം തന്നെയാ. ഏതോ ഒരുത്തിന് കൊച്ചിനെ കാണാതായതിന് നമ്മളെയൊക്കെയാ അന്ന പോലീസിന് സംശയം. എന്നതാടി, ഇനി നിനക്ക് വല്ല മനസ്സറിവ് ഉണ്ടോ അതില്? പിന്നെ എനിക്കതിനല്ലേ നേരം. ദേ, ഇനി അതിനും എന്നെ സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അമ്മച്ചി അവളെ കൊണ്ടൊരു കടലാസ് കൊടുപ്പിക്ക്. എന്നിട്ട് പോലീസ് ഏമാമാരോട് എന്നെ അന്ന് കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറ. ഞാൻ ഒന്നിനും ഇല്ലേ. ചോദ്യവും പറച്ചിലും ഒക്കെ ദൈവം തമ്പുരാന്റെ വകയായിട്ട് അങ്ങ് നടന്നോളൂ.
കുഞ്ഞുങ്ങളെ കർത്താവ് മനസ്സറിഞ്ഞു കൊടുക്കുന്നതടി. അവരെ ദ്രോഹിക്കാൻ നോക്കുന്നവർക്കേ കണക്ക് അവിടെ പറയേണ്ടി വരും. എന്നാ പിന്നെ അന്ന പോലീസിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. വാടി മോളെ. ആ പറ്റിയ വൈകിട്ട് ഈ വഴി തന്നെ ഞാൻ വരാം. ആ കൊച്ചിനോട് കടയിൽ നിന്ന് വല്ലതും വാങ്ങി വരാൻ ഞാൻ പറയണോ? വേണ്ട, അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നാളെ ഇക്കമ്മ വരുമ്പോ വേണ്ട എന്താന്ന് വെച്ചാൽ വാങ്ങാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് ഇയാളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മാളുവിന്റെ കാര്യം ആവശ്യമില്ലാത്തൊരു മാറ്റർ ആണോ ശങ്കർ? അവൾ എന്റെ അടുത്തൊന്ന് പോയിട്ട് ഇപ്പൊ 4-5 ദിവസമായി. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഭാഗ്യക്കുറി പറഞ്ഞത്. അമ്മാളൂന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കാണുന്നുള്ള ഭാഗ്യക്കുറിയുടെ ഈ അനാവശ്യ ടെൻഷൻ ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ.